കുറേ നാളിന് ശേഷമാണ് രാവിലെ എഴുന്നേക്കുന്നത് കേട്ടോ. മോൾ രാത്രി മുഴുവൻ കളിച്ചുകൊണ്ട് ഇരുന്നിട്ട് രാവിലെ പുലർച്ചയ്ക്കൊക്കെ ഉറങ്ങും. അപ്പോൾ ആ സമയത്തായിരിക്കും ഞാനൊക്കെ ഉറങ്ങുന്നുണ്ടാവുക. പിന്നെ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ 10 മണിക്ക് ശേഷമൊക്കെ ആട്ടോ എഴുന്നേൽക്കാറ്. പിന്നെ അമ്മ നമ്മളെ മനസ്സിലാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കറി ഉണ്ടാക്കി, അതുപോലെ നമ്മൾ ഇഡ്ഡലിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ട്രെയിനിൽ തിന്നാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. രാവിലെ 4 മണിക്ക് ട്രെയിൻ ഇട്ടോ. ഞങ്ങൾ റെഡിയായി നിന്നു. പിന്നെ അച്ഛൻ നേരത്തെ റെഡിയായി നിൽക്കട്ടോ. ഭയങ്കര പഞ്ച്വാലിറ്റിയിലെ ആളാണ്. ഒരു സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ നേരത്തെ പോകണം എന്നുള്ളൊരിതാണ് അച്ഛന്. പണ്ടേ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് അച്ഛനെ എന്നെയും മോളെയും ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോകണം. അറിഞ്ഞിട്ടൊരു പ്രോഗ്രാമായി ബന്ധപ്പെട്ട് ട്രിവാൻഡ്രത്തേക്ക് എത്തി. കൊല്ലത്തായിരുന്നു പ്രോഗ്രാം. അപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് നേരെ എത്തുമെന്ന് പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിൽ അറിഞ്ഞിട്ട് നേരത്തെ കാലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. 2:00 എത്തിയെന്നാണ് പറഞ്ഞത്. പിന്നെ എന്നെയും മോളെയും അവിടെ സുരക്ഷമായി അച്ഛൻ എത്തിച്ചു. അതിനുശേഷം നമ്മൾ വന്ന് അതേ ഓട്ടത്തിൽ റിട്ടേൺ പോയിട്ടോ. പിന്നെ നമ്മൾ വന്ന സമയത്ത് ട്രെയിനിൽ ആരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞിട്ട് മോളും മാത്രം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വന്നു. പിന്നെ കുറേ അങ്ങോട്ടേക്ക് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ രാവിലെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രെയിനിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ബോറടി ആയിരുന്നു. ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ നിൽക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 4 മണിയായപ്പോൾ നമ്മൾ പഴയങ്ങാടി എത്തിയിട്ടോ.